من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزع بينهم إن الشيطان كان للإنسان عدوا مبينا إن الشيطان كان للإنسان عدوا مبينا. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ആളുകൾ ഇത്തരം തെരഞ്ഞെടുപ്പുകളോട് പലതരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്. കുറച്ചാളുകളൊക്കെ അതിലൊന്നും വലിയ കാര്യമില്ല, വോട്ട് ചെയ്യുന്നതിനൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞ് അരാഷ്ട്രീയവാദികളായി മാറി നിൽക്കുന്നവരുണ്ട്. അവര് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് അന്വേഷിക്കാറില്ല. വോട്ടിന്റെ ദിവസം സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ വേണ്ടി പലപ്പോഴും സമയം കണ്ടെത്താറില്ല. അത് അത്ര പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ അങ്ങനെ മാറി നിന്ന ആളുകളും ഏറെക്കുറെ അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2002 പട്ടികയൊക്കെ പരിശോധിച്ച് അന്ന് എനിക്ക് വോട്ടുണ്ടോ എന്ന് നോക്കി, എനിക്ക് വോട്ടില്ലെങ്കിൽ എൻ്റെ വാപ്പാക്കെങ്കിലും വോട്ടുണ്ടോ എന്ന് നോക്കി, ഇനി വാപ്പാക്കും ഇല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായി മാറിയിട്ടില്ല എങ്കിൽ അപകടമാണ് എന്ന തിരിച്ചറിവ് അത്തരം ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ് നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യത്താണ്. ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇത്തരം സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടത്, അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നേരത്തെ മതരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളിൽ തന്നെ പെട്ട ചിലർ ഇതൊക്കെ മതവിരുദ്ധമാണ്, ജനാധിപത്യവും വോട്ട് ചെയ്യലുമൊക്കെ മതവിരുദ്ധമാണ്, അതുകൊണ്ട് അത്തരം കാര്യങ്ങളോടൊന്നും സഹകരിക്കാൻ പാടില്ല, അത്
ശുദ്ധമായ ശിർക്കാണ്, താകൂത്താണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നിരുന്ന ആളുകളൊക്കെ പിന്നീട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ആ ജനാധിപത്യ മതവിരുദ്ധമാണെന്ന് പറഞ്ഞ ജനാധിപത്യത്തിലേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാലം അവരെ മാറ്റിയെടുത്തതിന്റെ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നും ഇന്ന് വിശദീകരിക്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായി. 100 വർഷക്കാലത്തെ ചരിത്രം പറയുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയും ഇസ്ലാഹി പ്രസ്ഥാനവും അതിന്റെ ആദ്യകാല നേതാക്കന്മാരടക്കം ഇന്ത്യൻ പൗരന്മാരെ, മലയാളക്കരയിലെ മുസ്ലിങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കുവാൻ, രാഷ്ട്രീയ ബോധം പകർന്നു നൽകുവാൻ വേണ്ടി അധ്വാനിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ. ഈ മൊയ്ദ് മൗലവി സാഹിബിനെ പോലെ, വക്കം മൗലവിയെ പോലെ, KM മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, NV അബ്ദുസലാം മൗലവിയെ പോലെ, ഉമർ മൗലവിയെ പോലെ, അവസാനം PP ഉണ്ണിക്കുട്ടി മൗലവി, PP അബ്ദുൽ ഗഫൂർ മൗലവി അടക്കമുള്ള ആളുകൾ, അവരൊക്കെ ഇതിന് നേരത്തെ നേതൃത്വം വഹിക്കുകയും ഈ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്ത ആളുകളാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കൃത്യമായ കാഴ്ചപ്പാട് അതായിരുന്നു. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന, മലയാളക്കരയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേരത്തെ തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇന്ന് അതാണ് ശരി എന്നുള്ളത് കാലം തെളിയിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചിലരെങ്കിലും പരലോകം മറന്ന് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ ആവാമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അതിൽപ്പെട്ട ചിലരെങ്കിലും തിരിച്ചു ചോദിക്കും, ഇത് രാഷ്ട്രീയമല്ലേ, ഇവിടെ ഇങ്ങനെ മതത്തിന്റെ വ്യവസ്ഥകളൊക്കെ നോക്കിയിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും, അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അതൊന്നും സംസാരിക്കാൻ പാടില്ല, ഇവിടെ ജയം മാത്രമാണ് ലക്ഷ്യം എന്ന് ചിന്തിച്ച് പരലോകം മറന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാവുന്നവർ ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പരലോകമാണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട, അത് മത്സരാർത്ഥികൾ മാത്രമല്ല, അവരുടെ കൂടെ നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് തന്നെ ആ ബാധ്യത നിർവഹിക്കുന്ന ആളുകളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. അപരന് വേണ്ടി അവനവന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ആയി മാറാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ടതാണ്. നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നാം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമല്ല എന്ന് കരുതിയിട്ട് എന്തും പറയാവുന്ന ഒരു നിലപാടിലേക്ക് ഒരു വിശ്വാസി ആപതിക്കാൻ പാടില്ല. അവന്റെ നാക്കിൽ നിന്ന് ഒരു കളവ് വന്നുകൂടാ. ഏഷണിയും പരദൂഷണവും ഗീബത്തും നമീമത്തും അവന്റെ വായിൽ നിന്ന് പുറത്തു വന്നുകൂടാ. ആണ് പെണ്ണ് എന്ന് പോലും പരിഗണിക്കാത്ത രീതിയിൽ അപവാദ പ്രചരണത്തിൽ, അത് എന്തിന്റെ പേരിലായിരുന്നാലും ഒരു വിശ്വാസി അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല. വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ ഗൗരവകരമാണ് ഇന്ന് നാം സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിടുന്ന, പോസ്റ്റ് ചെയ്യുന്ന, ഫോർവേഡ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ എന്റെ വിശ്വാസത്തോട് യോജിക്കുന്നതാണോ, ശരിയാണോ, തെറ്റാണോ എന്ന് അന്വേഷിക്കാത്ത രീതിയിൽ ഈ ഗോതയിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് സംഭവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ആകുമ്പോൾ ആളുകൾ ഇതൊക്കെ മറക്കും. ഇതൊക്കെ കൈയിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. പക്ഷെ അതോടൊപ്പം വ്യക്തിപരമായി നമ്മുടെ ഒരു വിശുദ്ധി, വ്യക്തിപരമായി നമ്മുടെ ഒരു ഇസ്ലാമികമായ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം രംഗത്ത് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കേട്ടതെല്ലാം പ്രചരിപ്പിക്കുവാൻ, എന്റെ മൊബൈലിലേക്ക് എത്തിയതെല്ലാം ഫോർവേഡ് ചെയ്യുവാൻ തീരുമാനിക്കുന്നതിന് മുൻപ്
ഒരു തവണ നാം ആലോചിക്കണം, ഇത് നാളെ പരലോകത്ത് എനിക്ക് നന്മ വരുത്തുന്നതാണോ അല്ലയോ എന്നുള്ളത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യന് പാപമായിട്ട് മതി അവൻ കേട്ടതെല്ലാം സംസാരിക്കുക എന്നുള്ളത്. അത് ഞാൻ ഉണ്ടാക്കിയ നുണയൊന്നും അല്ലല്ലോ, ഓല് പറഞ്ഞതല്ലേ, മൂപ്പര് പറഞ്ഞതല്ലേ, മൂപ്പര് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ന്യായീകരണമല്ല. കേട്ടതെല്ലാം പറയുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കള്ളമാണ്. അത് പറയാൻ പാടില്ല. അതിന്റെ ശരി തെറ്റുകൾ വ്യവച്ഛേദിച്ചതിന് ശേഷം മാത്രമേ ഒരു വിശ്വാസി സംസാരിക്കാവൂ എന്നാണ് അല്ലാഹു റസൂൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതദറൂന മൽ ഗീബ, ഗീബത്ത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു അല്ലാഹു റസൂലുഹു അലം. അവർക്കറിയാം, എന്നാലും റസൂലുള്ളാഹ് എന്തോ ഒന്ന് പുതിയത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ ഇക്റഹ്. നിന്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്ത കാര്യം പറയലാണ് ഗീബത്ത്. കൂട്ടുകാരനെ കുറിച്ച്, കൂട്ടുകാരിയെ കുറിച്ച്, പരിചയക്കാരനെ കുറിച്ച്, പരിചയക്കാരിയെ കുറിച്ചും അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അപ്പൊ സ്വഹാബത്ത് ചോദിക്കാണ്, അഫറഅയ്ത ഇൻ കാന ഫീ അഖി മാ അഖുൽ. ഞാൻ പറയുന്നത് ഉള്ളതാണെങ്കിലോ, അവനിൽ ഉള്ളതാണ് ഞാൻ പറയുന്നത് എങ്കിലോ, ഖാൽ ഇൻ കാന ഫീഹി മാ തഖുൽ ഫഖദ് ഇഗ്തബ്ത. നീ ഉള്ളതാണ് പറയുന്നത് എങ്കിൽ അതിനാണ് ഗീബത്ത് എന്ന് പറയാം. അവൻ ഇഷ്ടമല്ല, അവൻ അത് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇഷ്ടമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം അവനിലുള്ളതാണെങ്കിൽ തന്നെ അവൻ ഇഷ്ടമില്ല എങ്കിൽ നീ അത് പറഞ്ഞാൽ ഗീബത്താണ്. അപ്പൊ പിന്നെ ഇല്ലാത്തത് പറഞ്ഞാലോ, ഇല്ലാത്തത് പറഞ്ഞാൽ ഫൈൻ കാന ഫീഹി മാ തഖുൽ ഫഖദ് ഇഗ്തബ്തഹു വഇൻ ലം യകുൻ ഫീഹി ഫഖദ് ബഹർതഹു. ഇനി ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ അത് ബുഹ്താനാണ്, എന്ന് വെച്ചാൽ കളവ് കെട്ടി പറയലാണ്. ഇല്ലാത്തത് പ്രചരിപ്പിക്കലും ഗീബത്ത് പറയുന്നതിനേക്കാൾ ഗൗരവമുള്ള തെറ്റാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഗീബത്തിനെ കുറിച്ച് തന്നെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം നമുക്കറിയാമല്ലോ, വലാ യഗ്തബ് ബഅദുകും ബഅദ. നിങ്ങൾ ഒരാൾ മറ്റൊരാളെ കുറിച്ച് ദുഷിച്ച് പറയരുത്. അത് ഏതിനെ കുറിച്ചാ പറഞ്ഞത്? ഇല്ലാത്തത് പറയുന്നതിനെ കുറിച്ചല്ല. ഉള്ളത് അവൻ ഇഷ്ടമില്ലാതെ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലൂടെ പറയുന്നത്. വലാ യഗ്തബ് ബഅദുകും ബഅദ. നിങ്ങൾ ഒരാൾ മറ്റൊരാളെ കുറിച്ച് ദുഷിച്ച് സംസാരിക്കരുത്, അവന് ഇഷ്ടമില്ലാത്തത് പ്രചരിപ്പിക്കരുത്. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്ന നെഞ്ചിക്കൊള്ളുന്ന ഒരു ചോദ്യമുണ്ട്, കൽബ് തുറക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുൽ ലഹമ അഖീഹി മൈത. നിന്റെ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ അഹ് എന്ന് വെച്ചാൽ ബ്രദറാണ്. മരിച്ചു കിടക്കുന്ന നിന്റെ ബ്രദറിന്റെ പച്ചമാംസം തിന്നുന്നത് നിനക്ക് ഇഷ്ടമാണ്. അത്ര ഗൗരവമുള്ള കാര്യമാണ് ഒരാളെ കുറിച്ച് ബുഹ്താൻ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ അത് വെറുക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹു തവ്വാബുർ റഹീം. അല്ലാഹു പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് വളരെ 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 ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം ഇതിനെ നോക്കിക്കാണുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നാലും ഇല്ലാത്തത് പ്രചരിപ്പിക്കുവാനോ അവന് ഇഷ്ടമില്ലാത്തത് അവന്റെ പേരിൽ പറഞ്ഞു നടക്കുവാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഗൗരവമുള്ള പാപമായിട്ട് ഇസ്ലാം നോക്കിക്കാണുന്നു. മിഅ്റാജ് യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവം അല്ലാഹു റസൂൽ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ലമ്മാ ഉരിജ ബി മറർതു ബി ഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസ്. എന്നെയും കൊണ്ട് ജിബ്രീൽ 7 ആകാശങ്ങൾക്കപ്പുറമുള്ള സ്വർഗ നരകം കാണിക്കുന്നതിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ എന്നെ ഒരിടത്ത് എത്തിക്കുന്നു. നരകത്തിന്റെ ഒരു ഭാഗം അവിടെ ഞാൻ കണ്ടത് ബി ഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസ്. ചെമ്പിന്റെ നഖങ്ങളുള്ള ഒരു വിഭാഗം ആളുകൾ, അവരുടെ കൈകളിലെ നഖങ്ങൾ ചെമ്പിന്റേതാണ്. എന്നിട്ടോ യഹ്മിശൂന വുജൂഹകും വസുദൂറകും. അവർ സ്വന്തം മുഖവും സ്വന്തം മാറിടവും നെഞ്ചും ആ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് മാന്തി കീറുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാത്ത ഭയാനകമായ രംഗമാണത്. ഫഖുൽതു മൻ ഹൗലായി. റസൂൽ ചോദിക്കാണ് ജിബ്രീലിനോട്, ഇതാരാണ് ജിബ്രീലേ? അതിന് ജിബ്രീൽ നൽകിയ മറുപടി, ഫഖുൽതു ഹൗലായി യാ ജിബ്രീൽ ഖാൽ ഹൗലായി അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ ആറാരിഹിം
ഇത് ആളുകളുടെ പച്ചമാംസം തിന്നിരുന്നവരും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിരുന്നവരുമാണ്. ദുനിയാവിൽ വെച്ച് മറ്റുള്ളവന്റെ അഭിമാനം പിച്ചി ചീന്തുവാൻ വേണ്ടി, ആളെ നിന്ദിക്കുവാൻ വേണ്ടി, കേവലമായ ഒരു വോട്ടിന് വേണ്ടി ഒരിക്കലും ആ ഒരു ഉത്തരവാദിത്തത്തെ, അതിന്റെ ഒരു ഗൗരവത്തെ, ഈ ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു പ്രാധാന്യത്തെ വില കുറച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവേണ്ടതും മത്സരിക്കേണ്ടതും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതും അതിനാളുകൾ ഉണ്ടാവേണ്ടതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അതൊന്നും പരലോകം മറന്നുകൊണ്ടായിക്കൂടാ. അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള ആ രീതിയിൽ എന്ത് നിരക്കും 10 വോട്ട് എന്ന രീതിയിൽ ഗോതയിൽ ഇറങ്ങിയാൽ അതിനു വേണ്ടി തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാക്കോ നമ്മുടെ വാക്കോ നാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് തെറ്റായ വാക്കാണ് അതിനോട് നാം പറയുന്നത് എങ്കിൽ അത്തരം ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യത്തെ കുറിച്ചാണ് വിശ്വാസങ്ങളോട് വിശദീകരിക്കുന്നത്. ലാ യദ്ഖുലുൽ ജന്ന നമ്മാം, നമീമത്തുമായി നടക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 53-ാമത്തെ വാക്യം. വകുൽ ഇബാദി, എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, യഖൂലു അല്ലതി യഹ്സൻ, അവർ ഏറ്റവും നല്ല വാക്ക് പറയട്ടെ. നല്ല വാക്ക് പറഞ്ഞ്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വാക്കുകൾ പറഞ്ഞ്, ആളുകളെ പരസ്പരം കോർത്ത് നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന, തുന്നിച്ചേർക്കുന്ന, ഹൃദയങ്ങളെ അടുപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് നല്ല സാഹചര്യം ഉണ്ടാക്കി നന്മ വിവരിച്ചു കൊടുത്തുകൊണ്ട് ആളുകളോട് അവർ സംസാരിക്കട്ടെ, ആ രീതിയിൽ ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ. തീർച്ചയായിട്ടും ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നത് ശൈത്താനാണ്. തീർച്ചയായിട്ടും പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ്. അതുകൊണ്ട് ആ പിശാചിന്റെ കെണിയിൽ വീണ് നാം നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നു. ആ ഉത്തരവാദിത്തത്തിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാൻ. അധികാരം എന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, സാധാരണ പറയാറുണ്ട് ലീഡർഷിപ്പ് ഈസ് ആൻ ആക്ഷൻ നോട്ട് എ പൊസിഷൻ. ചില ആളുകൾക്കെങ്കിലും അധികാരം എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ്. ഇലക്ഷൻ എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു പൊസിഷനായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. ഞാനിപ്പോ മെമ്പർ ആവാം, പ്രസിഡന്റ് ആവാം, MLA ആവാം, MP ആവാം, എന്തുമാവാം, അതൊരു പൊസിഷനായി കൊണ്ടുനടക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ അല്ല, മറിച്ച് അതൊരു ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഇസ് ആൻ ആക്ഷൻ. അത് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന ഒരു ബാധ്യതയാണ്. ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ്. ആ രീതിയിലാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇന്നക്കും തഹ്രിസൂന അലൽ ഇമാറ, നിങ്ങൾ നേതൃത്വത്തെ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസതകൂന നദാമത്തൻ യൗമൽ ഖിയാമ, ഒരു പക്ഷെ ചിലർക്കെങ്കിലും ഈ നേതൃത്വം ലഭിക്കുന്നത് നാളെ പരലോകത്ത് ഖേദത്തിന് കാരണമായി വന്നേക്കാം. അതായിരിക്കാം നേതൃത്വം ഏറ്റെടുത്തിട്ട് ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാതെ തന്റെ കീഴിലുള്ള ആളുകളോട് അനീതി കാണിച്ച ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഇന്ന് ചില ആളുകൾക്കൊക്കെ അതൊരു ലഹരി പോലെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഒരു സൈക്കോളജി. അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ മാറി നിൽക്കട്ടെ, അടുത്ത തലമുറ വരട്ടെ എന്ന് ചിന്തിക്കാൻ പലപ്പോഴും പല പ്രദേശങ്ങളിലും സാധിക്കാറില്ല. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുടരണം എന്ന ചിന്ത. എന്നിട്ട് ഇവർക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനും സാധിക്കാത്ത രീതിയിൽ ഇപ്പോഴും നാടിനെ നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചിലപ്പോ ചിലയിടങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുണ്ടാവാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്റെ ബാധ്യത നിർവഹിക്കാൻ സാധിക്കുമെങ്കിലാണ് ഞാനതിലേക്ക് ഇറങ്ങേണ്ടതെന്ന ബോധ്യം ഇറങ്ങുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കണം. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്ന ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യന്റെ കാലം. അബൂദർ റസൂലുള്ളാഹിയോട് ചെന്ന് ചോദിക്കാണ്, ഖുൽതു യാ റസൂലല്ലാഹ് അലാ തസ്താമിലൂനി, നിങ്ങൾ എന്താ റസൂലെ ഇന്നെ ഗവർണർ ആക്കാത്തത്? അപ്പം അബൂദർ റളിയല്ലാഹു അൻഹുവിന് തോന്നുകയാണ് മനസ്സിൽ ഗവർണർ ആവാനുള്ള യോഗ്യത എനിക്കുണ്ട്. അദ്ദേഹം ചെന്ന് റസൂലുള്ളാഹിയോട് നേരിട്ട് ചോദിക്കാണ്, നബിയെ ഇന്നെ നിങ്ങൾ എന്താ ഗവർണർ ആക്കാത്തത്?
ഓരോ യമനിലേക്ക്, അതേപോലെ തന്നെ ത്വായിഫിലേക്ക്, ഓരോ സ്ഥലത്തേക്കും മുസ്ലിം ഗവർണർമാരെ നിയമിക്കുമായിരുന്നു. അപ്പോഴാണ് അബൂദർ വന്നിട്ട് ചോദിക്കുന്നത്. അപ്പൊ അബൂദറിനോട് മുസ്ലിം പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നിട്ട് അബൂദറിനെയാണ് നമുക്കിത് പറഞ്ഞിരുന്നത്. നോക്കണെങ്കിൽ അദ്ദേഹം അത് ചോദിച്ചു, അദ്ദേഹം അതിന് യോഗ്യനല്ലെന്നുള്ള അദ്ദേഹത്തോട് റസൂലുള്ളാഹി പറഞ്ഞു. എന്നാ പിന്നെ ഇത് ലോകം അറിയേണ്ട എന്നതിന് മിണ്ടാതിരിക്കല്ല അബൂദർ ചെയ്ത്. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയാണല്ലോ. അദ്ദേഹം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്തിനു വേണ്ടി? നമുക്കൊരു പാഠമാകാൻ വേണ്ടി. അദ്ദേഹം പറയാണ്, റസൂൽ എന്റെ ചുമലിൽ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചു. ഞാനിത് ചോദിച്ചപ്പോ റസൂൽ എന്റെ ചുമലിൽ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചിട്ട് പറഞ്ഞു, ഖാൽ യാ അബൂദർ ഇന്നക ലഈഫുൻ, അബൂദറെ നിങ്ങളൊരു ദുർബലനാണ് കേട്ടോ. നിങ്ങൾക്ക് അതിനുള്ള ഒരു ലീഡർ ആകുമ്പോ അതിലൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾ പോരാ. നേരിട്ട് അബൂദറിനോട് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ആ അബൂദർ നമുക്ക് പറഞ്ഞു തരികയാണത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം പറഞ്ഞു തന്നു നമുക്കൊരു പാഠമാകാൻ വേണ്ടി. അമാനത്തുൻ, നേതൃത്വം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്, ഒരു ഉത്തരവാദിത്തമാണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു ബാധ്യതയാണ്. നിങ്ങൾക്ക് നാളെ പരലോകത്ത് അത് പ്രയാസമായി മാറും, നിന്ദ്യതയായി മാറും, ഖേദത്തിന് അവസരമായി മാറും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അതിന് ചെയ്യാത്തത്. ഇല്ലാമൻ ആരൊഴികെ, ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അത് ഏറ്റെടുത്തവർക്കൊഴികെ നാളെ പരലോകത്ത് അത് ഖേദമായി മാറും. ബാധ്യത എന്താണോ അത് നിറവേറ്റുകയും ചെയ്ത ആളുകൾക്ക് അവർക്കത് നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരിയെ പഠിപ്പിച്ചു. കാരണം എന്താ അറിയോ? അത് സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ്. ചിലപ്പോ സ്വർഗത്തിന് അത് തടസ്സമാവുകയും ചെയ്തേക്കാം. അതാണ് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ആ കാര്യം പഠിപ്പിച്ചത്. മാമിൻ അബ്ദിൻ അള്ളാഹു ഒരാൾക്ക് തന്റെ പ്രജകളുടെ, തന്റെ അനുയായികളുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ടോ യമൂത്തു കുറെ കാലം ഉത്തരവാദിത്തത്തിൽ ഇരുന്നിട്ട് ഇയാൾ മരിച്ചുപോയി. അത് ഏത് പേഴ്സൺ ആയിരിക്കട്ടെ, KNMന്റെ മെമ്പർഷിപ്പ് ആയിരിക്കട്ടെ, KNMന്റെ ലീഡർഷിപ്പ് ആയിരിക്കട്ടെ, ISM, MSM, പള്ളി, മഹല്ല്, നാട്, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, സ്റ്റേറ്റ്, ഏത് പേഴ്സൺ ആയിരിക്കട്ടെ. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട നല്ലൊരു ക്ലബിന്റെ ഏതുവാവാം, അങ്ങനെ ഒന്ന് ഏറ്റെടുത്തു. എന്നിട്ട് അവൻ മരിക്കണ സമയം വന്നപ്പോ അവൻ മരിച്ചു. തന്റെ കീഴിലുള്ള ആളുകൾ അവൻ ചതിച്ചു കളഞ്ഞാൽ അള്ളാഹു അത് കാരണം അവർ നാളെ പരലോകത്ത് സ്വർഗം ഹറാമാക്കി മാറ്റും. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കേണ്ടുന്ന ഒന്നാണ്. പക്ഷേ ബാധ്യതപ്പെട്ടവരിൽ നിന്ന് മാറി നിൽക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം അത് ഏറ്റെടുക്കുവാൻ നാട്ടിൽ ആളുകൾ ഉണ്ടായിരിക്കണം. അവർക്ക് നന്മ നേടുവാനുള്ള ഒരുപാട് അവസരങ്ങൾ. ഇപ്പോ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിരിക്കട്ടെ, അവിടെ അങ്ങോട്ട് മുകളിലുള്ള ഏത് പേഴ്സൺ ആയിരിക്കട്ടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, നന്മയിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആളുകളുടെ പ്രയാസങ്ങൾ അകറ്റിക്കൊടുത്ത് നാളെ പരലോകത്തേക്ക് വലിയ മുതൽക്കൂട്ടുണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല അവസരം കൂടിയാണിത്. അത് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, മൻ നഫസ അലാ മുഅ്മിനിൻ അള്ളാഹു ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ ഒരു പ്രയാസം ഒരാൾ അകറ്റിക്കൊടുത്താൽ, ദുനിയാവിൽ നിന്ന് അകറ്റിക്കൊടുത്താൽ, അതിന് പകരമായിട്ട് അള്ളാഹു ഇയാൾക്ക് പരലോകത്തെ ഒരു പ്രയാസം ഇല്ലാതാക്കി കൊടുക്കും. ഒരു വിധവയ്ക്ക് പെൻഷൻ കിട്ടാനുള്ള ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ട് അത് പെട്ടെന്ന് പാസ്സാക്കി റെഡിയാക്കി കൊടുത്തു. ഒരു സാധുവിന് കിണർ കുഴിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി പ്രയാസപ്പെടും, അയാൾക്ക് വെള്ളം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വീട് വെക്കാനുള്ള സൗകര്യം എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും, എത്ര രോഗികളെ പരിചരിക്കാൻ സാധിക്കും, എത്ര അശരണർക്കും പ്രയാസപ്പെടുന്നവർക്കും കാരുണ്യം അർഹിക്കുന്നവർക്കും കാരുണ്യം എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അതിലൂടെയൊക്കെ നാളെ പരലോകത്ത് ഇവന്റെ പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി 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 ഇല്ലാതാക്കും. ഈ ദുനിയാവിൽ വെച്ച് ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് ഒരു മനുഷ്യൻ ഒരു എളുപ്പം ഉണ്ടാക്കി കൊടുത്താൽ നാളെ പരലോകത്ത് അല്ലാഹു അവന്റെ എല്ലാ പ്രയാസങ്ങളും അകറ്റി പകരമായിട്ട് അവന് അല്ലാഹു എളുപ്പം കൊടുക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ
ഒരു പ്രയാസം അനുഭവിക്കുന്നവൻ ഇവന്റെ സംരക്ഷണത്തിലായിരിക്കുന്നിടത്തോളം കാലം, സിദ്ദീഖുൽ അക്ബർ ഖലീഫയായിരിക്കുന്ന കാലം അതിന്റെ മുൻപും പാവപ്പെട്ട ഒരു വീട്ടിൽ ചെന്ന് ഒരു വൃതക്ക് വെള്ളം മുക്കി കൊടുക്കുകയും അടുക്കള വൃത്തിയാക്കി കൊടുക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും വസ്ത്രം അലക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ സംരക്ഷണത്തിൽ ഒരു സ്ത്രീ, വിധവയായ ഒരു സ്ത്രീ പെൻഷൻ വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും നന്മ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കിട്ടുന്നിടത്തോളം കാലം ഇയാൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ നന്മ ഒരുപാട് ഇതിലൂടെ സമ്പാദിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലക്കും നമ്മൾ പൊസിഷനിലേക്ക് മത്സരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒക്കെ ചിന്തിക്കേണ്ടത്, ഇത് എനിക്കൊരു പ്രയാസമായി കൂടാ, ശാപമായി കൂടാ, പരലോകത്തേക്ക് ഒരു നന്മയായി മാറണം എന്ന ആത്മാർത്ഥത ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രവർത്തനരംഗത്തേക്ക് ഇറങ്ങുക. അപ്പൊ അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഒറ്റ കാര്യം കൂടി പറയട്ടെ, പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകരുത്. ആയത്തുൽ മുനാഫിഖ് സലാസ, മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ 3 എണ്ണമാണ്. ഇദാ ഹദസ കദിബ, സംസാരിച്ചാൽ കള്ളം പറയും. വഇദാ വഅദ ഖലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. ഞാൻ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് വാതോരാതെ വാഗ്ദാനങ്ങൾ പറത്തിവിടുന്നവരുണ്ട്. എന്തും ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവരുണ്ട്. സാധിക്കുന്നത് മാത്രം പറയുക. ഖാൻ, വിശ്വസിച്ചാൽ ചതിക്കും. ഇത് 3ഉം മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ഖുർആൻ വീണ്ടും പറഞ്ഞു സൂറത്തുൽ ഇസ്രാ 34-ലൂടെ, വഔഫു ബിൽ അഹദ്, നിങ്ങൾ കരാറിനെ പാലിക്കുക. ഇന്നൽ അഹദ കാന മസ്ഊല, നിശ്ചയമായിട്ടും കരാറിനെ കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അത് ഒപ്പിട്ടത് മാത്രമല്ല കരാറ്, ഞാൻ അത് ചെയ്യാം, ഞാൻ വിജയിച്ചാൽ ഇത് ചെയ്യാം എന്ന ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുന്നതേ പറയാവൂ. അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് അവന്റെ ബാധ്യത. പിന്നെ അത് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ലോകത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അതൊക്കെ പിന്നെ അള്ളാഹുവിന് അറിയാം, ഇവന് ഉതിറുണ്ടോ അല്ലേ എന്നുള്ളത്. ഏതായാലും സാധിക്കുന്ന വാഗ്ദാനങ്ങളെ നൽകാൻ പാടുള്ളൂ. ആ രീതിയിലായിരിക്കണം ഇത്തരം സമീപനങ്ങൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമീപിക്കേണ്ടത്. നമ്മൾ അറിയേണ്ടത്, ആരാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പരലോകം, അവനവന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ആ ഒരു തരം വാശി കയറിയിട്ട് അതൊരു ലഹരിയായി മാറി എങ്ങനെയെങ്കിലും എന്നൊരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അധികാരം നല്ലതാണ്, അത് അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന കൈകളിലേക്കാണ് അത് എത്തേണ്ടത്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് ആ രീതിയിൽ സത്യമായി നോക്കിക്കാണുവാനുള്ള ഒരു ആത്മവിശ്വാസവും ഈമാനികമായ ബോധവും മനസ്സിൽ നിലനിർത്തുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.